എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചമ്മന്തിപ്പൊടിയുടെ അടുത്താണ്. അതായത് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നമ്മൾ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കാറുണ്ട്. പക്ഷെ ഇത് ചോറിനാണ് ഏറ്റവും ബെസ്റ്റ്. പുളി ചേർത്തിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെ വേണം. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വരൂ. ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 3 ചുവന്ന മുളക്, 1 നെല്ലിക്ക വലിപ്പത്തിൽ, വലിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി, 6 ചെറിയ ഉള്ളി, ആവശ്യത്തിന് കറിവേപ്പില, അരമുറി തേങ്ങ ചിരകിയത്. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കല്ലച്ചു പോകും. തുവരപ്പരിപ്പും ഉഴുന്നും പരിപ്പുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്, ഈ പരിപ്പും ഉഴുന്നും. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 3 ചുവന്ന മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടാതെ മുളക് പൊടിയും കാശ്മീരി മുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ലാസ്റ്റ്. ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വേണം തേങ്ങ വറക്കാൻ. വേണമെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് തേങ്ങ വറക്കാവുന്നതാണ്. പക്ഷേ അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് വരുമോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് മാറ്റാൻ പോവുകയാണ് ഒരു പ്ലേറ്റിലേക്ക്. അടുത്തായിട്ട് ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി ഇവിടെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കണം. തേങ്ങയുടെ കൂടെ നമ്മളൊരു 6 ഉള്ളി ഇവിടെ ചെറുതായിട്ട്, ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി, ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി, അതിനകത്തുള്ള വാട്ടർ കണ്ടൻ്റൊക്കെ പോയി കിട്ടണം. ഇളക്കി കൊടുക്കണം, കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്ന് പതുക്കെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കറിവേപ്പില എടുത്ത് വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കുറച്ച് സമയം കൂടി, ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്, കുറച്ച് സമയം കൂടി എടുക്കും കേട്ടോ. നമുക്ക് ലാസ്റ്റ് മുളക് പൊടി ചേർത്തേച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ചേർക്കാം. ഇപ്പം ഇത് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. ഇനിയും ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണിത് ചേർത്തത്. ഇനി കാശ്മീരി മുളക് പൊടിയും ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. കൂടുതൽ എരിവ് വേണം. പിന്നെ ഇവിടെ ചുവന്ന മുളക് 3 എണ്ണം വറുത്തതിൽ എടുത്തിട്ടുണ്ട് കാരണം. അപ്പോൾ ഇത്രയും മതിയാവും എരിവ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. അതും നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കൂടി നോക്കിയിട്ട് ചേർക്കാം. ഇനിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പുളിയാണ്. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ പുളി എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനിയും ഇതിലേക്ക് ലാസ്റ്റ് ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കായത്തിൻ്റെ പൊടിയാണ്. അത് കുറച്ച് മതി. ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ പൊടിച്ചെടുക്കാം. ഒന്ന് ചൂടാറട്ടെ. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം ചമ്മന്തിപ്പൊടിയുടെ കൂട്ട് ഇവിടെ തണുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ വലിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. നല്ലപോലെ എന്ന് വെച്ചാൽ ഒരു തരുതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഈ ചമ്മന്തിപ്പൊടി നമുക്ക് ചോറിന് കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞല്ലോ, വളരെ നല്ലതാണ്. പിന്നെ ഇത് കുറേ ദിവസം വേണമെങ്കിൽ ഇരിക്കും. ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെക്കാം. അത് കഴിയുമ്പോൾ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിലിട്ട് അടച്ച് വെച്ചാൽ മതി. ആവശ്യത്തിനെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇപ്പം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. കണ്ടോ, തരുതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. നല്ല ശീലപ്പൊടിയൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തേക്കുക. കണ്ടോ, നല്ല തരുതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം പാകത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. നല്ല ആവശ്യത്തിന് പുളിയുമുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.